കോഴിക്കോട് ചേളന്നൂർ പുഴിക്കാവിൽ ദേശീയപാത മണ്ണെടുപ്പിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായി. സമരക്കാർക്കെതിരെ പോലീസ് ലാത്തിവീശി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പോലീസ് വലിച്ചിഴച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിൽ സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്, ജനകീയ സമിതി സിന്ദാബാദ്. അശാസ്ത്രീയമായി നടത്തുന്ന മണ്ണെടുപ്പിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ സമരസമിതിയും പോലീസും തമ്മിൽ ചർച്ച പുരോഗമിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകനുണ്ട്. ദിലിഷ, അശാസ്ത്രീയമായ മണ്ണിടിച്ചിലിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം തന്നെ വലിയ പ്രതിഷേധമായിരുന്നു. ഈ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ടോ? നാട്ടുകാർ ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെ തുടരുകയാണോ? സേതുലക്ഷ്മി, നിലവിൽ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎസ്പി വി ബെന്നിയുമായിട്ട് സമരസമിതി നേതാക്കൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ഇവിടെ പുരോഗമിക്കുകയാണ്. എന്തായാലും സമരസമിതിയുടെ ഒരു ആവശ്യം എന്തെന്നാൽ ഇവിടുത്തെ മണ്ണെടുപ്പ്, ഈ കുന്നിടിച്ചുകൊണ്ടുള്ള മണ്ണെടുപ്പ് പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം. ഇത് ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ യാതൊരു വിധത്തിലും അനുവദിക്കില്ല. ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും ഇനി ചേളന്നൂരിൽ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. നേരത്തെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെയും സമരസമിതിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഏറെ കാലമായിട്ട് ഇവരിവിടെ ഈ കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള സമരങ്ങൾ, വലിയ രീതിയിലുള്ള സമരങ്ങൾ ഇതിനു മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു മലയോര പ്രദേശമാണിത്. വളരെ ജനനിബിഡമായ ഒരു പ്രദേശം, ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം. ഇവിടെ ഈ കേവലം കുന്നിടിക്കുന്നത് മാത്രമല്ല ഇവർ നേരിടുന്ന പ്രശ്നം എന്നുള്ളതാണ്. കാരണം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇവർ വലിയ രീതിയിൽ ഇവിടെ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം കയറുന്നതും ചളി, അതുപോലെ തന്നെ ഈ മണ്ണിടിക്കുന്നത് മൂലം ഇവർക്ക് ശ്വാസ സംബന്ധമായിട്ട് പുകയെല്ലാം, കാരണം ശ്വാസ സംബന്ധമായിട്ട് പൊടി അടിക്കുന്നത് കാരണം ശ്വാസ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ ഇവർ വളരെ കാലമായിട്ട് നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും എല്ലാം തന്നെ വലിയ രീതിയിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പ്രദേശത്ത്. മാത്രമല്ല ഏറെ കാലമായിട്ട് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ തുടരെ ഇത്തരത്തിൽ മണ്ണെടുക്കുന്നത് മൂലം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ളവർ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. ഇതിനെതിരെയാണ് ഇവർ പ്രതിഷേധിച്ചത്. വളരെ സാധാരണ രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ കരാർ കമ്പനി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് മണ്ണെടുത്തത് എന്നാണ് സമരസമിതി അറിയിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന തരത്തിലല്ല ഇവിടുന്ന് മണ്ണെടുക്കുന്നത്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ചെറിയ തോതിൽ മാത്രമേ ഈ ദേശീയപാത പ്രവൃത്തിക്ക് വേണ്ടി മണ്ണെടുക്കൂ എന്നാണ് ആദ്യഘട്ടത്തിൽ കരാർ കമ്പനി അറിയിച്ചത്. എന്നാൽ ഇതിനിടയ്ക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മണ്ണെടുപ്പ് തുടർന്നുകൊണ്ടിരുന്നു. ജനങ്ങൾ ഇതിനെതിരെ സമരം നടത്തി. അങ്ങനെ കലക്ടർ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു സ്റ്റേ വാങ്ങി ഇനി ഈ തരത്തിൽ ഇവിടെ നിന്ന് മണ്ണ് എടുക്കരുത് എന്നറിയിച്ചുകൊണ്ട് ഒരു സ്റ്റേ എല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഇവിടെ മണ്ണെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. പഞ്ചായത്ത് പ്രതിനിധികളെ അടക്കം റോഡിലൂടെ വലിച്ചഴയ്ക്കുകയും സമരം ചെയ്ത യുവാക്കളെയും വയസ്സായവരെയും പഞ്ചായത്ത് പ്രതിനിധികളെ അടക്കം വലിച്ചഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. വനിതകളെ അടക്കം ചവിട്ടുകയും ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രമേലായിരുന്നു ആ സംഘർഷവും. കോഴിക്കോട് ചേളന്നൂർ പൊഴിക്കാവിലാണ് ദേശീയപാത മണ്ണെടുപ്പിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്, ജനകീയ പ്രക്ഷോഭമുണ്ടായത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലിഷ തിലകൻ.